പുതിയ ചിമ്പ അല്ലേ? ഇത് പുതിയ ചെറിയ ചിമ്പാണ്. ഉം. ആയി വരുന്നുള്ളൂ, ചിമ്പടിച്ച് കയറി വരുന്നുള്ളൂ. അതായത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഇത് ഒന്നും ഇല്ലായിരുന്നു. ആ, അതിനകത്തുനിന്ന് കേറി വരുന്നതാണ്. കയറി വരുന്നതാണ്. വലിപ്പമുണ്ടല്ലേ? കായ്ക്ക് ഇത് ബോൾട്ടാണ്. പിന്നെ എല്ലാം ബോൾട്ട് കായാണ്. ഉണ്ടായിരിക്കുന്നതൊക്കെ ബോൾട്ട് കായാണ്. കുഞ്ഞച്ചേട്ടൻ ഹാപ്പിയാണോ? പിന്നല്ലേ, ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം വെച്ചാൽ പ്രതീക്ഷയില്ലാത്തടത്തുനിന്ന് ഇത്രയും കയറി വന്നു കഴിയുമ്പോൾ അത് വലിയൊരു ഹാപ്പി ആണല്ലോ. അതെ അതെ. കാരണമായിരുന്നു. ഹായ്, ഇറ്റ്സ് മീ ആരോമലസ് കുമാർ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ തന്നെ പൂതാളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഏലത്തോട്ടം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു തോട്ടത്തിൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രതീക്ഷയില്ലാണ്ട് നിന്ന ഒരു ഏലത്തോട്ടമാണിത്. അപ്പം ഈ ഒരു ഏലത്തോട്ടത്തിനെ പറ്റിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏലത്തോട്ടത്തിൻ്റെ ഉടമേനെ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് കുഞ്ഞച്ചൻ എന്നാണ് വിളിക്കുന്നത്. വർഗീസാണ് പേര്. ഞാൻ പുല്ലുകണ്ടത്തിൽ താമസിക്കുന്നത്. ഇത് എൻ്റെ ഒരു തോട്ടമാണ്. ഇത് പൂതാളി എന്ന് പറയുന്ന സ്ഥലമാണ്. പൂതാളിയിൽ പൂതാളി തന്നെയാണ്. പൂതാളി പറയുന്ന ഒരു ദേശമാണ്. അപ്പോൾ ഈ ഏലത്തോട്ടത്തിൻ്റെ ഒരു കഥയൊന്ന് പറഞ്ഞു തരാമോ? ഇത് ഞാൻ ഇതിനകത്ത് നേരത്തെ ഏലം ഉണ്ടായിരുന്നതാണ്. അത് കേട് വന്നിട്ട് പോയായിരുന്നു. അഴുകൽ വന്നു, മറ്റു പല രോഗങ്ങളും വന്ന് കേടുപോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ഥലം JCB വെച്ച് ഇളക്കിയിട്ട് ഇത് ഞള്ളാണിയായിരുന്നു ഇവിടെ നിന്നിരുന്ന തട്ട. അത് കഴിഞ്ഞിട്ട് ഞാനത് കുറച്ച് ഞള്ളാണിയും കുറച്ച് കണിപ്പറമ്പനുമാക്കി വെച്ചേക്കാണ്. ഇതിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തീരെ ആ തട്ട വെച്ച് കഴിഞ്ഞപ്പം അനുകൂലമായ കാലാവസ്ഥയല്ലായിരുന്നു. അതുകൊണ്ട് ചിമ്പടിക്കാതെ വന്നു കഴിഞ്ഞിട്ട് നിന്ന ചിമ്പ് ഭയങ്കര മഴയുമായിരുന്നു. അതായത് കഴിഞ്ഞ ഞാറ്റുവേലയ്ക്കാണ്, കഴിഞ്ഞ വർഷത്തെ ഞാറ്റുവേലയ്ക്ക് വെച്ച തൈയാണ്. അപ്പോൾ ഇത് പിടിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും, ഈ നാട്ടിലുള്ള എല്ലാവരും ചോദിച്ചു, ഇത് മൊത്തം തട്ടയും കൂടെ മാറി വെക്കണ്ടേ, 850 തട്ടയുണ്ട്, അപ്പോൾ അത്രയും മാറി വെക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് നോക്കാം, ഒന്നുകൂടെ നോക്കട്ടെ, ഞങ്ങളുടെ ഒരു മരുന്നുണ്ട്, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അതായത് ഈ മെയിനായിട്ട് വരേണ്ട 2 തട്ടയുണ്ടായിരുന്നു. ആ 2 ചിമ്പ് വരേണ്ടടുത്ത് അത് പോയിട്ട് ഇതിനടിയിൽ നിന്ന് ഒരു കുഞ്ഞു ചിമ്പ്, തീരെ നരന്ത് പോലെയുള്ള ഒരു കുഞ്ഞു ചിമ്പ് വന്നിട്ട് അതങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഞാനിത് നമ്മുടെ ആക്റ്റീവ് സൈമ് പിണ്ണാക്കും എല്ലാം കൂടെ കൂടി കലക്കി ഇതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു. അത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട്, നമുക്ക് പ്രതീക്ഷയ്ക്കൊരു വക ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ നരന്ത് പോലെ നിന്ന ചെറിയ ആ ചിമ്പയിൽ അകലത്തിൽ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഒരു 30 ദിവസം കഴിഞ്ഞപ്പോൾ അതിലൊരു 3-4 ചിമ്പ് പെട്ടെന്ന് തന്നെ പൊട്ടി. ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് 2ാം ട്രിപ്പ്, അതായത് ഇന്നത്തേക്ക് ഒരു 45 ദിവസമായി കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ ഈ പിണ്ണാക്കും എല്ലാം കൂടെ പുളിപ്പിച്ച്, പിണ്ണാക്ക് പുളിപ്പിക്കാതെ ഒഴിച്ചു. കാരണം വെച്ചാൽ അഴുകൽ വരുന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ സൈമ് ഒന്നുകൂടെ ചേർത്തു. 2ാമത്തെ ട്രിപ്പും സൈമ് ചേർത്ത് നമ്മൾ ഒഴിച്ചു. പിന്നീടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള നല്ല വളർച്ചയായിരുന്നു. കാരണം വെച്ചാൽ അതിനകത്ത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടായി. എല്ലാവരും നോക്കി നിന്നു. അതായത് നല്ല പച്ചപ്പോട് കൂടി ഒരു 10 ചിമ്പ് 20 ചിമ്പയിലേക്ക് കയറി വന്നു. അങ്ങനെ വന്നിട്ട് 3ാമത്തെ തവണ നമ്മൾ കലക്കി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ സൈമ് കിട്ടിയില്ല. അതിന് പകരം അതിന് വേറെ ഒരെണ്ണമുണ്ടല്ലോ, മാക്സ് എന്ന് പറയുന്നൊരു ഇതാണ് കിട്ടിയത്. എനിക്ക് അന്ന് സൈമ് കിട്ടാത്തതുകൊണ്ട് മാക്സ് കൂട്ടി ഒഴിച്ചു. അങ്ങനെ ആ 3 ഒഴിക്കൽ നമ്മൾ സൈമും മാക്സും ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് മരുന്നടി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആദ്യത്തെ ഇതായതുകൊണ്ട് ഒരുപാട് മരുന്ന് നമ്മൾ അടിച്ചിട്ടില്ല. മരുന്നടി എന്ന് പറഞ്ഞാൽ ഇത് ഈ കണിപ്പറമ്പനായതുകൊണ്ട് ഒരു 4 മാസം കൂടുമ്പോഴൊക്കെയാണ് മരുന്നടിച്ചേക്കുന്നത്. അത്രയും ഒരു കരുത്ത് ഇതിനകത്തുണ്ട്. കാരണം വെച്ചാൽ തണ്ടുതർപ്പം വളരെ കുറച്ചേ ആക്രമിക്കുള്ളൂ. ആ അടിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ആക്റ്റീവ് 80 ചേർത്താണ് അടിച്ചത്. കാരണം വെച്ചാൽ ചെടി കുളിപ്പിച്ചടിക്കുന്ന ഒരു രീതി ഉണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ അടിക്കുന്നത്. അപ്പോൾ കുളിപ്പിച്ചടിക്കാനായിട്ട് പറഞ്ഞാൽ ആദ്യമേ ഒരു 1200 ലിറ്റർ വെള്ളം വേണമായിരുന്നു. രണ്ടാമത് ഈ ആക്റ്റീവ് 80 ചേർത്ത് നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 800 ലിറ്ററിൽ നല്ലപോലെ ചെടി കുളിപ്പിച്ച് നമുക്ക് അടിക്കാൻ പറ്റി. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും ചെടി കയറി അടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 17 മാസമായിട്ടുള്ളൂ ഈ ചെടി വെച്ചിട്ട്. 17 ദിവസം കൊണ്ട് നമുക്ക് പ്രതീക്ഷയില്ലാതിരുന്ന ഒരു ചെടിയാണ്. അത് ഇത്രയും ആയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വേറെ രാസവളങ്ങളൊന്നുമില്ല. രാസവളങ്ങൾ 10-26 മാത്രമാണ് ചേർത്തേക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ പുളിപ്പിച്ചൊഴിച്ചേക്കുന്നത്. ആ പുളിപ്പിച്ചൊഴിച്ചതിൻ്റെ കൂടെയാണ് 10-26 ചേർത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ 80 ചേർത്ത് നമ്മൾ മരുന്നടിക്കുന്നു. അപ്പോൾ നമുക്കൊരു 400 ലിറ്ററിൻ്റെ ലാഭമുണ്ട്. അതുപോലെ 2 മണിക്കൂർ നേരത്തെ പണിയുടെയും ലാഭമുണ്ട്. അപ്പോൾ അത് ചേർത്താണ് ഇപ്പോൾ മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് തന്നെയല്ല, അത് അടിച്ചു കഴിയുമ്പോൾ ഇതിന് ഒരു പച്ചപ്പ് കൂടലുണ്ട്, ഈ ചെടിക്കൊരു പച്ചപ്പ് കൂടലുണ്ട്. അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണിപ്പറമ്പനെ മാത്രമേ ഉള്ളതെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഇതിനകത്ത് കുറച്ച് ഞെരളാണി ചെടിയും വെച്ചിട്ടുണ്ട്. ആ ഞെരളാണി ചെടിയിലും ഇതേ സെയിം അവസ്ഥയാണ്, ഒരു പച്ചപ്പ് കൂടലുണ്ട്. അപ്പം നമ്മൾ കായ എടുക്കാറാവുന്നല്ലേ ഉള്ളൂ? കായ എടുക്കാന്ന് പറഞ്ഞാൽ ഇത് ആദ്യമേ വന്ന ഇതായാലും ഒരുമാതിരി കരുത്തുള്ള ചില ചെടിയാൽ മാത്രം കുറച്ച് ചരം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. ആ. പിന്നെ ഇപ്പോൾ ഇത് ചരം വന്നുകൊണ്ടിരിക്കുന്നതാണ്, പുതിയത് വരുന്നതാണ്. പുതിയ ചരം വരുന്നേ ഉള്ളൂ. ആ. കാരണം വെച്ചാൽ ഇതിനകത്ത് വേറെ കായ എടുക്കാറായതല്ല, 17 മാസം ആയതല്ലേ ഉള്ളൂ, ആ. ആകുന്നേ ഉള്ളൂ. ആ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ കായ എടുക്കാൻ നമുക്ക് ഈ വർഷം മുതലാണ് കായ എടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്തെ വളം ചെയ്തതിൻ്റെയാണോ കാലാവസ്ഥയുടെ ആണോ എന്നറിയത്തില്ല, ഇപ്പം നേരത്തെ തന്നെ ചരമെല്ലാം വന്ന് കാ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ. പക്ഷെ നമുക്ക് നനയ്ക്കാനുള്ള സംവിധാനങ്ങൾ കുറവാണ്. ഇപ്പോൾ ഇതിൻ്റെ ഭാവി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. കാരണം വെച്ചാൽ വേനൽ തന്നെ കടുത്ത വേനലാകുമെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്താണേലും ഇപ്പോൾ നിറച്ചും ചരമായി നിൽക്കുവാണ്, ചരമാകുന്നുണ്ട്. ഇനി ചരം അടിക്കാനുള്ള ചിമ്പുകൾ ഇനിയും നിൽപ്പുണ്ട്, ഒരു 10-30 ചിമ്പോളം ഇനി ചരം അടിക്കാനുള്ളതും. ഇപ്പോൾ അടിച്ചേക്കുന്ന ഒരു 10-20 ചിമ്പ് തട്ടയിലുള്ള ചരമാണ് അടിച്ചേക്കുന്നത്. അതിൻ്റെ ഇതൊരു 4 ചരം വീതം വരുന്നതായതുകൊണ്ട് മൊത്തത്തിൽ ചരം ഇങ്ങനെ കൂടുതൽ കാണുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളതിൽ ഇങ്ങനെ ചരം അടിക്കാനായിട്ട് ഇങ്ങനെ മുട്ടടിച്ച് നിൽക്കുന്നുണ്ട്. അടുത്ത സീസണിൽ എന്തായാലും നല്ലൊരു കാ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കായ്ക്ക് വലിപ്പമുണ്ടല്ലേ? കായ്ക്ക് ഇത് ബോൾട്ടാണ്, എല്ലാം ബോൾട്ട് കായാണ് ഉണ്ടായിരിക്കുന്നതൊക്കെ, ബോൾട്ട് കായാണ്. അത് വളർച്ചയാകുന്നേ ഉള്ളൂ, പൂവിരിഞ്ഞ് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെടി ശരിക്കും പറഞ്ഞാൽ കായെടുക്കാനാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന കായൊക്കെ ബോൾട്ട് കായാണ്. അതുപോലെ തന്നെ ചെടി നോക്കുക, മൊത്തത്തിൽ ഒരു പച്ചപ്പുണ്ട് ഈ ഒരു തോട്ടത്തിനും. നമ്മുടെ വിജയൻ ചേട്ടൻ്റെ തോട്ടം പോലെ തന്നെ ഈ ഒരു തോട്ടത്തിലും ഫുള്ളായിട്ടൊരു പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് വെച്ചേക്കുന്ന കുറച്ച് ഞെരളാണി ചെടിയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അതാണെങ്കിൽ പോലും ഇപ്പം നോക്കിയാൽ നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത്. കമാത്ത എടുത്തൊന്നും അല്ല, കാരണം വെച്ചാൽ എല്ലാ സൈഡിലേക്കൊക്കെ നിൽക്കുന്നത്. പക്ഷെ ആ ചെടിക്കും തട്ടയ്ക്കും നമ്മൾ ഈ വളം ചെയ്തതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന ഒരു പച്ചപ്പ് സ്വാഭാവികമായിട്ടുള്ള പച്ചപ്പല്ല, അതിൻ്റെ വളത്തിൻ്റെ ഒരു പച്ചപ്പാണ്. അത് കാണുമ്പോൾ നമുക്കറിയാം. അതൊരു വെച്ചിട്ട് അതിനകത്തുനിന്ന് കുറച്ച് കായ ഇപ്രാവശ്യം എടുക്കാനും ഉണ്ടായിരുന്നു. ഞെരളാണിക്ക് നേരത്തെ കായ ഉണ്ടാവുമല്ലോ. കണിപ്പറമ്പിന് ഒരു വർഷം കഴിഞ്ഞിട്ട് 2ാമത്തെ വർഷം കഴിഞ്ഞിട്ടാണ്, 3ാമത്തെ വർഷമാണ് എൻ്റെ ശരിക്കുമുള്ള വളർച്ച വരുന്നത്. നമുക്ക് 2ാമത്തെ വർഷം ഇത്രയും പെർഫോമൻസ് ആകുന്നുണ്ട്. 2ാമത്തെ വർഷം ഇത്രയും പെർഫോമൻസ് ആയി. അത് കാരണം വെച്ചാൽ എനിക്ക് വീട്ടിൽ കുറച്ച് ചെടിയുണ്ട്. അത് ഞാൻ 3ാമത്തെ വർഷമാണ് ശരിക്കും ഇതിൻ്റെ പെർഫോമൻസിലേക്ക് എത്തുള്ളൂ. പക്ഷെ ഇത് നേരത്തെയായി. കുഞ്ഞച്ചേട്ടൻ ഹാപ്പിയാണോ? പിന്നല്ലേ, ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം വെച്ചാൽ പ്രതീക്ഷയില്ലാത്തടത്തുനിന്ന് ഇത്രയും കയറി വന്നു കഴിയുമ്പോൾ അത് വലിയൊരു ഹാപ്പിയാണല്ലോ. അതെ. കാരണമായിരുന്നു. അപ്പം നമുക്കിനി ഈ ഒരു തോട്ടത്തിന്റെ ഒരു ഏരിയൽ വ്യൂ കാണാം മേളിൽ ചെന്നിട്ട്. താഴ്ചെന്നോളൂ. അതായത് ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമ്മുടെ ആക്റ്റീവ് സൈം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 6000 ലിറ്റർ വെള്ളം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴെയാണ് നമ്മുടെ തോട്ടം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും നമ്മുടെ ആ തോട്ടത്തിൻ്റെ മൊത്തത്തിലുള്ള പച്ചപ്പ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കേട്ടത് നമ്മുടെ വർഗീസേട്ടൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ ഒന്ന് ബന്ധപ്പെടുക. ആൻഡ് ഇറ്റ്സ് മീ ആരോമലസ് കുമാർ സൈനിങ് ഔട്ട്.